കർത്താവിൻ്റെ നല്ല വചനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 തൊട്ട് ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പേഴ്സ് 18 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ അത് മൊത്തം വായിക്കേണ്ട, പക്ഷെ അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു വാക്യം ശ്രദ്ധിക്കാം. അപ്പം വചനം പറയുന്നു, മനുഷ്യനെ ഉണ്ടാക്കി ദൈവം. ഇപ്പം ഭൂമി മൊത്തം ഉണ്ടാക്കി, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഉണ്ടാക്കി കഴിഞ്ഞ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം then the Lord God said, it is not good for the man to be alone. I will make a helper who is just right for him. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ. അപ്പം the right helper, ഹല്ലേലൂയ, അവന് തക്കമായ തുണ, somebody who is just right for him, അവന് യോജിക്കുന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ, അവന് ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ദൈവം എന്ത് ചെയ്തു? 21-ാം വാക്യത്തിനകത്ത് നമുക്കറിയാം, മനുഷ്യനെ ഗാഢനിദ്ര വരുത്തിയിട്ട് ഈ മനുഷ്യനെ ഉറക്കിയിട്ട് ഉറക്കത്തിനകത്തുനിന്ന് തൻ്റെ എല്ല് ഊരിയെടുത്തിട്ട് എല്ലിനകത്തുനിന്ന് ഒരു തക്ക തുണ, അല്ലേ? അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് ഏറ്റവും തക്ക തുണയാണ്, ഏറ്റവും ബെസ്റ്റ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പം ഇന്ന് ലോകത്ത് പലതും സംഭവിക്കുന്നുണ്ട്, അല്ലേ? ആണുങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വല്ലാത്ത പക്ഷെ ദൈവം അതൊന്നും ദൈവവ്യവസ്ഥയ്ക്കകത്തുള്ളതല്ല. നമ്മൾ വചനം അറിയണം. പലപ്പോഴും നമ്മളത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വചനം അറിയത്തില്ലെങ്കിൽ നമ്മളത് ഇതാ എന്നേ പറയത്തുള്ളൂ. പക്ഷെ അത് ദൈവരാജ്യത്തിന് വിപരീതമായതും അതൊരു പൈശാചിക തലവുമാണ്. അപ്പം എന്നുവെച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 27 വായിക്കുമ്പം സ്തോത്രം, വചനം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സ് ദൈവം മനുഷ്യരെ അവൻ്റെ സ്വന്തം ശായയിലും രൂപത്തിലും ഉണ്ടാക്കി. എന്നിട്ട് വചനം പറയാ, അവന് അവരെ ആണും പെണ്ണും ആയി സൃഷ്ടിച്ചു. അപ്പൊ ആൺവർഗവും പെൺവർഗവും അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. സ്തോത്രം. ആണും പെണ്ണും ഒരുമിച്ച് ഭാര്യയായി ജീവിച്ച് കുടുംബങ്ങളെ പുലർത്താനായിട്ട് ദൈവത്തിൻ്റെ ഹിതം, അതാണ് ദൈവരാജ്യത്തിൻ്റെ ഇഷ്ടം. അപ്പം ഉൽപ്പത്തി 2 ജെനസിസ് 2-ലേക്ക് വരുമ്പം വചനം പറയുന്നു, ഐ വിൽ മേക്ക് എ ഹെൽപ്പർ ഹു ഇസ് ജസ്റ്റ് റൈറ്റ് ഫോർ ഹിം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം മനുഷ്യനെ ഉറക്കിയിട്ട് അവൻ്റെ എല്ലിനകത്തുനിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. 23-ാം വാക്യം, അറ്റ് ലാസ്റ്റ് ദ മാൻ എക്സ്ക്ലെയിംഡ്, ദിസ് വൺ ഇസ് ബോൺ ഫ്രം മൈ ബോൺ ആൻഡ് ഫ്ലെഷ് ഫ്രം മൈ ഫ്ലെഷ്, ഷീ വിൽ ബി കോൾഡ് വുമൻ. എടുത്തത് കൊണ്ടാണ് അവളെ, ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. A person taken out from a man becomes a woman. കണ്ടോ? മനുഷ്യനകത്തുനിന്ന് എടുത്തത് കൊണ്ട് അവളെ സ്ത്രീ എന്ന് പറയുന്നു, അല്ലെങ്കിൽ വുമൻ എന്ന് പറയുന്നു. അല്ലേ? അപ്പം മാനിനെ പൂർത്തിയാക്കുന്നതാണ് വുമൺ. ഒരു പുരുഷനെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു സ്ത്രീ. അവന് തക്കമായ തുണയാണ് ഒരു സ്ത്രീ. അല്ലേ? അപ്പം ഒരു കുടുംബം എന്ന് ദൈവം പറയുന്നത്, ആ കുടുംബത്തിനകത്ത് എത്ര കൊള്ളുന്നവനാണേലും കൊള്ളാത്തവനാണേലും, അല്ലെങ്കിൽ കൊള്ളുന്ന ഒരു സ്ത്രീ ആണേലും അല്ലേലും അവരെ ദൈവം അറിയാതെ ചേർക്കത്തില്ല. ദൈവം ചേർത്തിരിക്കുന്നത് ഏറ്റവും നല്ലതാ. ഇന്ന് കുടുംബജീവിതങ്ങളൊക്കെ നേരെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന നമ്മുടെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അതിനെ നോക്കിയിട്ട് ഒരു 10 തവണ പറയണം, നീ കൊള്ളുന്നു. അവര് കേക്ക് പറഞ്ഞില്ലേലും സ്വർഗത്തിനോട് പറയണം, സ്വർഗമേ, എനിക്ക് തന്നിരിക്കുന്ന ഈ ഭർത്താവ് ഉണ്ടല്ലോ കൊള്ളുന്ന. ചിലപ്പോൾ ഒരു നന്മയും കാണത്തില്ല ആ മനുഷ്യന്റെ അകത്ത്, പക്ഷെ നോക്കിയിട്ട് പറയണം, ഇത് കൊള്ളുന്നതാ. സ്വർഗം അറിയാതെ, ദൈവം അറിയാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തും
ഈ പൂർത്തീകരണം നടക്കത്തില്ല. കണ്ടോ? ഹല്ലേലൂയ. ഒരു പുരുഷന്റെ അകത്തുനിന്ന് അവന്റെ എല്ലിനെ എടുത്തിട്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി, എന്നിട്ട് ദൈവം കയ്യിൽ കൊടുത്തിട്ട്, അന്നേരം ആദമിന്റെ പറച്ചിൽ ഇതാണ്, എന്താണ്? അറ്റ് ലാസ്റ്റ്, ഒടുവിൽ എന്നിൽ നിന്ന് ഒരാളെ എടുത്തിരിക്കുന്നു, എന്നിൽ നിന്ന്, എൻ്റെ എല്ലിൽ നിന്ന്, എൻ്റെ മാംസത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന്. ഹല്ലേലൂയ. എന്നിട്ട് വചനം അതിന്റെ താഴോട്ട് പോകുമ്പം പറയുന്നു 24-ാം വാക്യം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു വാക്യമാണ് 24-ാം വാക്യം. പല സ്ത്രീകളും ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് പറയും, യേശുവിനെ അറിഞ്ഞവര്, എന്താ ദൈവത്തിന്റെ ആ പരിജ്ഞാനം ഇല്ലെങ്കിൽ പറയും, അല്ലെങ്കിലും കർത്താവ് ഞങ്ങളുടെ വചനം കിടപ്പില്ലേ, അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് പറിച്ചെടുത്തിട്ട് എന്നോട് പറ്റിച്ചേർക്കുന്ന, അന്ന് അവരുടെ കയ്യിൽ നിന്ന് അവനെ ഇങ്ങി പറിച്ചെടുത്തിങ്ങിതാ. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. 24-ാം വാക്യം പറയുന്നു, അതൊന്ന് വായിച്ച്, മലയാളത്തിൽ വായിച്ച്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവരേക ദേഹമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചേച്ച് ഇനി ഭാര്യയെ മാത്രം താലലിപ്പിച്ചുകൊണ്ടിരിക്കാമെന്നൊന്നും അല്ല ദൈവവചനം പറയുന്നത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അപ്പനെയും അമ്മയും നോക്കണം, അപ്പനെയും അമ്മയും സ്നേഹിക്കണം. അപ്പനെയും അമ്മയും സ്നേഹിച്ചാലും അവരെ കാത്തു സൂക്ഷിച്ച് അവരെ നോക്കിയാലുമാണ് ഈ ഭൂമിയിൽ ഒരു അവകാശം പോലെ ദീർഘായുസ്സും നന്മയും പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഒരു കൽപ്പന പോലെയാ, ദൈവത്തിന്റെ ഒരു കൽപ്പന പോലെ. നിങ്ങൾക്ക് ദീർഘായുസ് അനുഭവിക്കണോ, നിങ്ങൾക്ക് ഭൂമിയിൽ നല്ലതായിട്ട് ജീവിക്കണോ, അന്നാ കണ്ടോ നിങ്ങളുടെ അപ്പനെയും അമ്മയും കരുതണം. അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് പറയുന്നത്, നിങ്ങളിൽ ചിലവരുണ്ട്, നിങ്ങൾ ദേവാലയത്തിൽ നിങ്ങൾ ദശാംശം കൊടുക്കും, പക്ഷെ അപ്പനെയും അമ്മയും നിങ്ങൾ നോക്കത്തില്ല, നിങ്ങൾക്ക് എന്താ നന്മ അനുഭവിക്കാനാണ്, ഒരു നന്മ അനുഭവിക്കത്തില്ല എന്ന് വെട്ടിത്തുറന്ന് കർത്താവ് നന്മ അനുഭവിക്കത്തില്ല എന്ന് വെട്ടിത്തുറന്ന് കർത്താവ് പറയുന്നല്ലേ. ഇതെന്താ ഇങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു പുരുഷൻ ഒരു മാൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ വീട്ടിൽ വളരുന്നവന്റെ അപ്പനോടും അമ്മയോടും നിന്ന് വളർന്ന് അവരെ പോറ്റി പുലർത്തി വളർത്തിക്കൊണ്ടിരുന്നത് അല്ലെ. വളർന്നു കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിയുമ്പം പിന്നെ അവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം പിന്നെ ചെയ്തു കൊടുക്കുന്നത് അവന്റെ ഭാര്യ. ഒരു പക്വതയുള്ള ഒരു സ്ത്രീക്ക് അറിയാം, ഒരു സ്ത്രീ വെറും ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു റിലേഷൻഷിപ്പിനകത്തായി കല്യാണം കഴിച്ചു, ഇനി ഞങ്ങളുടെയും ഒക്കെ റോളാണ് ഒരു ഭാര്യ പ്ലേ ചെയ്യുന്നത്. വചനം ഒന്ന് ശ്രദ്ധിച്ചേ. വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഭയങ്കര അറിവിലും ഭയങ്കര ജ്ഞാനത്തിലും പലതും സഹിക്കാനായിട്ടുള്ള കൃപയോടെയാ സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവം. അതാണ് ഇവര് പാപം ചെയ്ത് കഴിഞ്ഞപ്പം, ഏദൻ തോട്ടത്തില് ഇവരുടെ പാപ ലംഘനം കഴിഞ്ഞപ്പം ദൈവം ഇവരെ രണ്ടുപേരെയും ശപിക്കുക, ശരിക്കും സ്ത്രീയെയും പുരുഷനെയും ശപിക്കുക. പക്ഷെ ശപിക്കുമ്പം ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു ഭാഗം സ്ത്രീക്കും കൊടുത്തിട്ട് പറയാം, നിനക്കത് തരണം ചെയ്യാനായിട്ടുള്ള കഴിവ് ഞാൻ തരും, അല്ലെ, അതിനുള്ള ശക്തി ദൈവം കൊടുക്കും. 16-ാം വാക്യം, I will sharpen, 3:16 ഉൽപ്പത്തി, I will sharpen the pain of your pregnancy, and in pain you will give birth, and you will desire to control your husband, but he will rule over you. ഇങ്ങനെ ദൈവം ചില കാര്യങ്ങൾ കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം ഉൽപ്പത്തി 2-നകത്തേക്ക്. തിരുവചനം പറയുന്നു, ഒരു സ്ത്രീയോട് അവൻ പറ്റിച്ചേർന്ന് അവന്റെ അച്ഛനെയും അമ്മയും വിട്ടേച്ചെന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുവല്ല, പക്ഷെ ഇനിയും അവന്റെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ഒരു സ്ത്രീയാ, അല്ലെ, അവന്റെ ഭാര്യ എല്ലാം നടത്തി കൊടുക്കുന്നത്. എന്നിട്ട് വചനം പറയുന്നു, ഇവർ രണ്ടുപേരും ഒന്നായി. ശരീരം കൊണ്ട് മാത്രമല്ല ഒന്നാവേണ്ടത്. പല കുടുംബങ്ങളും തെറ്റിപ്പോകുന്നത് ശരീരം കൊണ്ട് മാത്രമേ ഒന്നാവുന്നുള്ളൂ, മനസ്സും കൊണ്ടില്ല, ജീവിതം ഒന്നാവുന്നില്ല, കൊടുക്കൽ വാങ്ങൽ ഒന്നാവുന്നില്ല. ഒരേപോലെ ചിന്തിച്ച്, ഒരേപോലെ പ്രാർത്ഥിച്ച്, ഒരേപോലെ ഐക്യതയോടെ നിൽക്കുന്ന കുടുംബങ്ങള് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങള്. സ്തോത്രം. ആ കുടുംബങ്ങൾക്കകത്ത് നന്മ തന്നെ ഒഴുകി വരും. എന്നുവെച്ചാൽ ഇവര് കരം കോർക്കുമ്പം സ്വർഗം ഇവരോടൊപ്പം കരം കോർക്കുക.
ഒരു ഭാര്യയും ഭർത്താവും ഐക്യതയോടെ ഒരു കുടുംബത്തിനകത്ത് കരം കോർത്താൽ ഈ ലോകത്ത് ഒരു അന്ധകാര ശക്തിക്കും ആ കുടുംബത്തിന്റെ എതിരെ ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ഒന്നായിരുന്നു. ഇതിനകത്ത് ഒരു വാക്യമുണ്ട്, 25-ാം വാക്യം. Now the man and wife were naked, but they felt no shame. അത് തിരുവചനം അങ്ങനെ എന്തിനാണാവോ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? തിരുവചനം പറയുന്നു അവര് നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ഒരു വിധത്തിലും അവർക്ക് നാണം ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അവര് ദൈവത്തിന്റെ വേർഡായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് ഇപ്പം പോകുന്നില്ല, എന്നുവെച്ചാൽ ദൈവത്തിന്റെ തേജസ്. പക്ഷെ അവര് ദൈവ തേജസ്സും കൊണ്ട് കവേർഡ് ആയിരുന്നു, പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവര് നഗ്നനായിരുന്നെങ്കിലും അവർക്ക് തമ്മിൽ നാണമുണ്ടായില്ല. ഇന്ന് കുടുംബ ജീവിതങ്ങൾക്കകത്തും ഭാര്യയ്ക്കും ഭർത്താവും തമ്മിൽ എല്ലാം ഉണ്ടാവില്ല. ഞാൻ കുറവാ, ഞാൻ ചെറുതാ, ഞാൻ ചെന്ന് പറഞ്ഞാൽ അയ്യോ എന്ത് തോന്നും. നോ, കുടുംബ ജീവിതത്തിനകത്താണ് ഹല്ലേലൂയ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ എന്നെ കുറിച്ച് എന്ത് തോന്നും എന്ന് ചിന്തിക്കാതെ ചെന്ന് പറയാനായിട്ടുള്ള ഒരു വേദിയാത്. ഹല്ലേലൂയ. പല കുടുംബങ്ങൾക്കകത്തും ആദ്യ കാലഘട്ടങ്ങളില് ഈ ഒരു സ്നേഹമില്ലാതെ പോയതാ. പലതും തെറ്റിദ്ധാരണകൾ ഉണ്ടായി രണ്ടും രണ്ടിടത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ഈ ഒരു കുടുംബത്തിനകത്തായാൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം. എനിക്കെന്തും എൻ്റെ ഭർത്താവിനോട് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്തും പറയുമ്പോൾ അയ്യോ നീ എന്താ ഇങ്ങനെ പറഞ്ഞത്, എന്താ ചെയ്തത്, അങ്ങനെ താഴ്ത്തിക്കെട്ടുന്ന, കുറവാക്കുന്ന ഒരു വേദിയല്ല. പക്ഷെ തമ്മിൽ പണിതെടുത്ത് ആ കുറവിനെ കണ്ടാലും ഓ സാരമില്ല, അതങ്ങനെ തെറ്റ് പറ്റിയത്, അത് കുഴപ്പമില്ലെങ്കിൽ ആ കുറവ് വന്നതാ, അത് സാരമില്ല, അത് വിഷയമല്ല എന്ന് പറഞ്ഞെടുക്കുന്നിടത്താണ് തമ്മിൽ സ്നേഹിക്കുവാനും കുടുംബത്തിനെ പണിയാനും പരസ്പരം പണിതെടുക്കാനും സാധിക്കുന്നത്. അല്ല, ഇന്ന് എന്നെ കേൾക്കുന്ന പലവരുടെയും ജീവിതങ്ങൾക്കകത്ത് ഇതേപോലൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ പരിശ്രമിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാള് അപ്പൊ എന്നോട് ചോദിക്കും, ഒരാള് പരിശ്രമിച്ചാൽ പറ്റുമോ? മറ്റേ ആളും കൂടെ അതേപോലെ പരിശ്രമിക്കണ്ടേ? സ്തോത്രം. പക്ഷെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. ഇന്ന് തുടക്കത്തിൽ തന്നെ ഒറ്റ കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കണം, കർത്താവേ എൻ വ്യക്തിക്കായി നന്ദി. അവൻ തിരിച്ച് ചിലവർ എന്നോട് പറയും, സഹോദരി ഈ വ്യക്തിയെക്കുറിച്ച് ഒരു വാക്കുപോലും നല്ലത് പറയാനില്ല, പിന്നാണോ എന്നോട് പറയുന്നത് ഈ വ്യക്തിയെ ഓർത്ത് സ്വർഗത്തിനോട് പറയാൻ നല്ലതെന്ന്. പക്ഷെ അത് ദൈവത്തിന്റെ വ്യവസ്ഥയാ. എന്ത് ചെയ്യാനാ? ദൈവം സ്ത്രീയെയും പുരുഷനെയും ഉണ്ടാക്കിയിട്ട് ഇവര് നല്ലതാ, ഒരുമിച്ച് നല്ലതാ എന്ന് ദൈവത്തിന് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് യോഗ്യമാം വണ്ണം ഉള്ള ഒരു ഇണയെ കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെങ്കിലും ജനിപ്പിക്കും. സ്തോത്രം. എന്നുവെച്ചാൽ ഇവരെ തമ്മിൽ ചേർത്ത് ഒന്നാക്കാൻ വേണ്ടി. ദൈവവചനം പറയുന്നത് സ്ത്രീയെ ഉണ്ടാക്കിയിട്ട് അവന് തക്ക തുണയാ ഉണ്ടാക്കി കൊടുത്ത്. ഈ തക്ക തുണയെ ഒപ്പം ഇന്ന് നാം ഓരോരുത്തരും നമ്മളുടെ ഭർത്താവിന് തക്ക തുണയാ. ഞാൻ എൻ്റെ ഭർത്താവിന് തക്ക തുണയാ. ഞാനില്ലെങ്കിൽ ആ അകത്തില്ല. സ്തോത്രം. അതേപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ തക്ക തുണയാ നിങ്ങള്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ജീവിത പങ്കാളി ഏറ്റവും നല്ലത്. ഇന്ന് ഹല്ലേലൂയ സ്വർഗത്തിനോട് പറയണം, കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഏറ്റവും നല്ലതാ. ഹല്ലേലൂയ. നിന്റെ എല്ലാ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഈ മനുഷ്യന്റെ അകത്തോ ഈ സ്ത്രീക്കകത്തോ ഇട്ടാ തന്നിരിക്കുന്നത്. ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ 10 ദിവസം സ്വർഗത്തിനോട് നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുടുംബജീവിതങ്ങളൊക്കെ നേരെയാകുമെന്ന്. ഹല്ലേലൂയ. കർത്താവിനോട് നന്ദി പറയണം. അന്നന്ന് നന്ദി പറയണം. യേശുവേ നന്ദി. ആ വ്യക്തിയുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സൽസ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുതി തള്ളല്ല. ഹല്ലേലൂയ. ഇന്ന് തകർന്ന ഏതെങ്കിലും കുടുംബജീവിതങ്ങൾ ഭർത്താവ് യോജിപ്പില്ലാത്തതുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറയാം, ദൈവവചനം തെറ്റിപ്പോവത്തില്ല. ദൈവവചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അച്ഛനെയും അമ്മയും വിട്ടേച്ചെന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ചിട്ടല്ല, പക്ഷെ ഇനിയും അവരിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുടുംബമായി ഇനിയും സ്തോത്രം
എഫെസ്യരുടെ 5-ാം അധ്യായം അതിന്റെ 31, 32, 33 വാക്യങ്ങള്. അതിനകത്ത് ഈ വാക്യം തന്നെ എടുത്തിട്ട് a man leaves his father and mother and is joined to his wife and the two are united into one. ഇവര് രണ്ടും ഒന്നായി. ഹല്ലേലൂയ. ശരീരം മാത്രമല്ല, മനസ്സ്, ചിന്തകള്, വികാരങ്ങള് ഒന്നായി ഇവര്. ഹല്ലേലൂയ. ഒന്നായിട്ട് വചനം പറയാ ഇതൊരു ഭയങ്കര രഹസ്യമാ. 32-ാം വാക്യം പറയാ ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇത് ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത ഒരു രഹസ്യമാ ഇത്. എന്നിട്ട് അവിടെ പറയുവാണ് ഇത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാ. ഹല്ലേലൂയ. ദൈവം എൻ്റെ യേശു കർത്താവ് എങ്ങനെയാണോ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച്, എങ്ങനെയാ നമ്മളെ സ്നേഹിച്ച്, നമ്മളുടെ പാപങ്ങളും നമ്മുടെ ലംഘനങ്ങളും ഒന്നും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ പൊക്കിപ്പിടിക്കാതെ, ഹല്ലേലൂയ, നമ്മളുടെ ലംഘനങ്ങളെല്ലാം നമ്മളോടാതെ, ഹല്ലേലൂയ, നമ്മളുടെ ലംഘനങ്ങളെല്ലാം നമ്മളോട് ക്ഷമിച്ച്, നമ്മളുടെ പാപങ്ങളെല്ലാം നമ്മളോട് ക്ഷമിച്ച് നമ്മളെ സ്നേഹിച്ച്, ഈ സ്നേഹമാ ഹല്ലേലൂയ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്വമുണ്ട് ഒരു കുടുംബ ജീവിതത്തിനകത്ത്. എടി 1995 നടന്ന ഒരു സംഭവമാ, നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? പറയാൻ അവകാശമില്ല. ഭർത്താവിനോട് നിങ്ങൾ അല്ലേലും അങ്ങനെയാ, നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, കല്യാണം കഴിച്ച് വന്ന നാളിലേ ഇങ്ങനെയാ, പറയാൻ അവകാശമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നിങ്ങളും മറന്നു കളഞ്ഞ്, ഹല്ലേലൂയ, അവന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് അവനെ കൊള്ളുന്നതാക്കിയെടുത്തു, അവളെ കൊള്ളുന്നതാക്കിയെടുത്തു. ഇതാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്വം കുടുംബജീവിതത്തിനകത്ത്. ചിലപ്പം കയ്യിൽ കിട്ടിയിരിക്കുന്ന വ്യക്തി കാശിന് കൊള്ളാത്തതായിരിക്കും, പക്ഷെ അതിൻ്റെ മേൽ പണിത് സ്നേഹം കൊടുത്ത് അതിനെ താലോലിച്ച് അതിനോട് ആ വ്യക്തിയോട് സ്നേഹവും കാണിച്ച് ക്ഷമയും കാണിച്ച് നമ്മളുടെ പക്ഷത്ത്, വചനം എന്താ പറയുന്നത്? നമ്മൾ അവരുടെ പക്ഷത്തല്ല കൂടുന്നേ, പക്ഷെ അവര് നമ്മളുടെ പക്ഷത്ത് കൂടും. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായിട്ടും പറയാം, ഡോണ്ട് ഗിവ് അപ്പ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബമേല് നിങ്ങൾ അതിനെ തീർന്നു, ഇനി ഇതിനകത്ത് ഒരു വഴിയില്ല എന്ന് പറയല്ലേ. ഹല്ലേലൂയ. അതിനകത്ത് പോക്കുവഴിയുണ്ട്. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ വാട്ട് ജീസസ് ഹാസ് ഡൺ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഭാര്യയോ ഭർത്താവിനെയോ എനിക്ക് പറ്റത്തില്ല, ഇത് ഇത്രയും പ്രായമായതല്ലേ, ഇതിനൊന്നും ബോധമില്ലേ, ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, ചിലതിനൊന്നും ബോധമില്ലെന്നേ. കർത്താവ് കയ്യിൽ തന്നിരിക്കുന്നതാ, അതിനെ ബോധമുള്ളതാക്കി എടുക്കാൻ, അതിനെ കൊള്ളുന്നതാക്കി എടുക്കാൻ. സ്വർഗത്തിനറിയാം നമ്മളുടെ കയ്യിലല്ല, വേറെ ഒരാളുടെ കയ്യിലാ ഈ വ്യക്തിയെ കൊടുത്തെങ്കിൽ അതിനെ തകർത്ത് കളയും. നമ്മളുടെ കയ്യിൽ തന്നാൽ കർത്താവിനറിയാം ഈ വ്യക്തിക്ക് ഇതിനെ പണിതെടുക്കാൻ സാധിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കത്തില്ല കേൾക്കുന്നേ, ഒറ്റയ്ക്കായിരിക്കും കേൾക്കുന്നേ. ഇങ്ങനെ ഭയങ്കരയൊക്കെ കൊമ്പത്തൊക്കെ ഇരിക്കുന്ന വിധത്തിലായിരിക്കും കുടുംബത്തിനകത്തൊക്കെ രണ്ട് ധ്രുവങ്ങളായിട്ട്, രണ്ട് മുറികൾക്കകത്ത് ഒക്കെ കിടപ്പുകളൊക്കെ. പക്ഷെ ഞാൻ ഇന്ന് ഉറപ്പായിട്ടും പറയട്ടെ, ദൈവ വ്യവസ്ഥകളല്ല അതൊന്നും. അത് പിശാച് വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്തൊക്കെ കയറി മറിയാനായിട്ടുള്ള വാതിലുകളാ തുറന്നു കൊടുക്കുന്നത്. ഭാര്യ ഭർത്താവാണെങ്കിൽ ശരീരം മാത്രമല്ല മനസ്സും കൊണ്ടും ഐക്യത ഉണ്ടാവണം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് കർത്താവിനോട് നന്ദി പറഞ്ഞ് ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഹല്ലേലൂയ കുടുംബ ജീവിതത്തിനകത്ത് കൊള്ളാത്ത ഭാര്യയും കൊള്ളാത്ത ഭർത്താവിനെയും ഒക്കെ നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു കാണിച്ച് ക്ഷമിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് ഈ ക്ഷമിക്കുന്ന സ്നേഹം കൊടുക്കാനും കാണിക്കാനും ഇടപെടാൻ പറ്റും. പ്രതീക്ഷിക്കാതിരിക്കുന്നിടത്ത് ദൈവത്തിന് ഇടപെടാൻ സാധിക്കും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നേ, എന്നിട്ട് അതിന്റെ 33, എഫെസ്യർ 5:33 പറയുന്നേ, സോ അഗൈൻ ഐ സേ ഈച്ച് മാൻ മസ്റ്റ് love his wife as he loves himself and the wife must respect him. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ ദാതാന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതുമാകുന്നു. ആമേൻ. സ്തോത്രം. ഇത് അല്ലാത്ത പല കുടുംബങ്ങളും ഉണ്ട്, പല വിധത്തിലും കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പലവരും പറയും ഇങ്ങനെയൊന്നും അല്ല എൻ്റെ വീട്ടിൽ, ഞാൻ എത്ര ശ്രമിച്ചാലും ഇങ്ങനെയൊന്നും നടക്കത്തില്ല, ഒരു പ്രകാരവും നടക്കുന്നില്ല. പക്ഷെ ദൈവവചനം അതിനാ തന്നിരിക്കുന്നേ, ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ, അനുഗ്രഹിച്ചാൽ, ഹല്ലേലൂയ, വചനം എടുത്തു വെച്ച് ആ വചനത്തിനെ പറഞ്ഞു വിട്ട് പ്രാർത്ഥിച്ചാൽ താണു നിൽക്കുന്നിടത്ത്
ഉറപ്പിക്കുന്നിടത്ത് ഉറപ്പായിട്ടും ദൈവ പ്രവൃത്തി കാണാതെ പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് ഒരു നിമിഷം മതി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പലവരും പറയും, പക്ഷെ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ഇങ്ങനൊക്കെ കാണും. ശരിയാ, അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദൈവവചനം പറയുന്നുണ്ട് രണ്ടുപേരും ഒന്നാണ്, അവര് തക്ക തുണയാണ്, ദൈവം യോജിപ്പിച്ചതാണ് എന്ന് വചനം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വചനങ്ങൾ സത്യമായിട്ട് തന്നെയാ. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഹല്ലേലൂയ ക്ഷമിച്ച് സ്നേഹിച്ച് ഇന്ന് ഒരു വ്യക്തിയെ പോലും മാറ്റാൻ പറ്റാത്തതല്ല ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹം കാണിക്കേണ്ട ഉത്തരവാദിത്വം കുടുംബങ്ങൾക്കകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ക്ഷമിക്കുന്ന സ്നേഹം, വിട്ടുകളയാത്ത സ്നേഹം, ഉപേക്ഷിക്കാത്ത സ്നേഹം, കുറ്റം പറയാത്ത സ്നേഹം, താഴ്ത്തിക്കെട്ടാത്ത സ്നേഹം. ഹല്ലേലൂയ. മറ്റാരോടും ചെന്ന് പറഞ്ഞ് നഗ്നത വെളിപ്പെടുത്താത്ത ഒരു സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ എത്ര കൊള്ളാത്ത പലപ്പോഴും പരിശ്രമിച്ച് പിന്നെയും വീഴുന്നവരുണ്ട് അല്ലേ? പക്ഷെ എന്നിട്ടും കർത്താവിന്റെ സ്നേഹം നമ്മളെ കൈവിട്ടിട്ടുണ്ടോ? കർത്താവിന്റെ ആ സ്നേഹം നമ്മളെ പിടിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ദേ കൊള്ളാത്തതാ, ഇന്നലെ ഇങ്ങനെ ചെയ്തിട്ടാ വന്നത് എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്കും അവകാശമില്ല. നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്ന അവകാശമില്ല. നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഏറ്റവും ബെസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് കുടുംബ ജീവിതത്തിനകത്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ഇന്ന് മനഃപൂർവ്വമായിട്ട് ആ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണം. മനഃപൂർവ്വമായിട്ട് ഹൃദയം തുറന്ന് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, കുടുംബ ജീവിതങ്ങളൊക്കെ ശരിയല്ലാത്തടത്ത് ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രാകും, വഴക്കുണ്ടാക്കും, വാക്കുകൾ വേണ്ടാത്തത് പറയും. അവിടൊക്കെ മക്കളുടെ ജീവിതങ്ങൾ എടുത്തു വെച്ച് നോക്കണം. വളരെ സങ്കടകരമായി പോകുന്ന ജീവിതങ്ങളാ. ഹല്ലേലൂയ. പക്ഷെ ഇന്നതിനെ തിരുത്താൻ ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവസരം തരുന്നുണ്ട്. വചനം എടുത്തിട്ട് പറയണം, കർത്താവേ നന്ദി, നീ എനിക്ക് ഉണ്ടാക്കിയ തക്ക തുണയാണല്ലോ, നിന്റെ ഛായയിലും നിന്റെ രൂപത്തിലും നിന്റെ അകത്തുനിന്നും ഉണ്ടാക്കിയതാണല്ലോ ഈ പറയുന്ന വ്യക്തിയെ. ഞാൻ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് അനുഗ്രഹിക്കുക, ഹൃദയം തുറന്ന് അനുഗ്രഹിക്കണം. സ്തോത്രം. എന്താ കുടുംബ ജീവിതത്തിനകത്തൊക്കെ വേദന ഉണ്ടാവുന്നതും സങ്കടം ഉണ്ടാവുന്നതും ഞാനെന്ന വ്യക്തി ഉള്ളത് കൊണ്ട് അല്ലെ? കർത്താവിനോട് പറയണം, കർത്താവ് ഇനി ഞാനെന്ന വ്യക്തി ഇല്ല, ഞാനില്ല ഇനി. ഹല്ലേലൂയ. എന്നെ എന്ത് പറഞ്ഞോ എടുത്തോ അതൊക്കെ പോട്ട്, അതൊന്നും അത് എന്നോടല്ല പറഞ്ഞ്, നിന്നെയാ ഇതെല്ലാം പറഞ്ഞു. അറിയുന്നില്ല, എനിക്കിതൊന്നും അറിയണ്ട, എന്നിൽ വസിക്കുന്ന യേശുവിനെയാ പറഞ്ഞത്, പോട്ടെ, കർത്താവ് അതങ്ങ് എടുക്കട്ടെ. എന്നിട്ട് ക്ഷമിക്കണം, സ്നേഹിക്കണം. ഏതൊക്കെ അവസരം കിട്ടുന്നോ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ നിന്ന് വചനം പറയുന്നത്, ഒന്ന് പത്രോസിന്റെ ലേഖനത്തിനകത്ത് വചനം പറയുന്നത്, നിന്റെ നല്ല നടപ്പ് കണ്ടിട്ട് അല്ലെ, നിന്റെ ആ നല്ല സ്വഭാവം കണ്ടിട്ട്, സ്തോത്രം, അവര് ക്രിസ്തുവിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആ പുറമേയുള്ള സൗന്ദര്യമോ പുറമേയുള്ള കാര്യങ്ങളോ അല്ല. പക്ഷെ 4-ാം വാക്യം 1 പത്രോസ് 3:4 പറയുന്നു, യു ഷുഡ് ക്ലോത്ത് യുവർ സെൽഫ് instead with the beauty that comes from within, the unfading beauty of a gentle and quiet spirit which is so precious to God. Hallelujah. ദൈവത്തിന്റെ ആ വാക്യം ഒന്ന് വായിച്ചേ. സൗമ്യതയും ശാന്തതയുമുള്ള ശാന്തതയും ഉള്ള മനസ്സ്. അനശ്വരമായ ഹൃദയത്തിന്റെ ആന്തരിക മനുഷ്യൻ തന്നെയായി ദൈവസന്നിധിയിൽ വിലയേറിയതാകും. ഹല്ലേലൂയ. നമ്മുടെ ആ ജെന്റിൽ ആയിട്ടുള്ള സ്പിരിറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറയോ? പറയത്തില്ല. അത്ര അധികം ദേഷ്യം വരുമ്പോഴായിരിക്കും പറയുന്നത്. പക്ഷെ പറഞ്ഞാലും പിന്നെയും പോയി സ്നേഹിച്ച് താലോലിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് എടുക്കത്തില്ലേ? അതേപോലെ ഹല്ലേലൂയ. ഒന്ന് ആ ജീവിതത്തിനകത്ത് കുടുംബ ജീവിതത്തിനകത്ത് ഒന്ന് വിട്ടുകൊടുക്കാനും, ഹല്ലേലൂയ, ഒന്ന് ക്ഷമിക്കാനും, ഒന്ന് സ്നേഹിക്കാനും, ഇതിലെല്ലാത്തിലും ഉപരിയായി ഒന്ന് അനുഗ്രഹിക്കാനും കർത്താവിനോട് പറയണം, കർത്താവേ, ഞങ്ങൾ ഒരു ശരീരം ഒരു മനസ്സായി ജീവിക്കാനാണല്ലോ ദൈവവ്യവസ്ഥ. ഇന്ന് അങ്ങനെ ഇല്ലാത്ത കുടുംബങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഒരു ഐക്യതയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഒരു ഐക്യതയില്ലാത്ത കുടുംബങ്ങൾക്കകത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യത വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വേണം,
വേണം. എനിക്ക് ഈ പറയുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നില്ല, കാണുന്നില്ല. എനിക്ക് അങ്ങനെ വേണം, എനിക്ക് സമാധാനം വേണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് തകർന്ന തിരിച്ചറിയാതെ മനസ്സിലാകാതെയും പോകുന്ന കുടുംബ ജീവിതങ്ങളുണ്ട്, സ്നേഹമില്ലാത്ത ജീവിതങ്ങളുണ്ട്. മക്കള് പലപ്പോഴും ഇത് കണ്ടിട്ട് അവരുടെ ജീവിതങ്ങൾക്കകത്തൊക്കെ മുറിവേക്കുന്ന കുടുംബങ്ങളുണ്ട്. സ്തോത്രം. അപ്പനമ്മയുടെ ബന്ധങ്ങള് മക്കളുടെ ജീവിതത്തിനകത്ത് മുറിവുകൾ ഇട്ട് കൊടുക്കുന്ന, തടസ്സങ്ങൾ ഇട്ട് കൊടുക്കുന്ന, ശാപങ്ങൾ ഇട്ട് കൊടുക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവേ, ഇന്ന് ദൈവവചനത്തിന് വ്യവസ്ഥകൾക്കല്ലാത്ത വണ്ണം ജീവിക്കുന്ന കുടുംബങ്ങൾക്കകത്ത്, ആഗ്രഹിക്കുന്നവരുടെ ജീവിതങ്ങൾക്കകത്ത് കർത്താവേ, ഇന്ന് അങ്ങയുടെ സ്വസ്ഥത, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ ഐക്യത കയറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിട്ടുകൊടുക്കുവാനും ക്ഷമിക്കുവാനും കൃപ നൽകണം. അതിൽ നിന്ന് അനുഗ്രഹം കാണാൻ ഇടയാകണം കർത്താവെ. ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ യോജിക്കട്ടെ, സ്നേഹത്തിലാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രാജ്യം കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ബ്ലെസ് ചെയ്ത്